ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ ഗൂഢാലോചനയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തത് 2 കിലോ സ്വർണം. പാളികളിൽ പൂശാൻ സ്പോൺസർ നൽകിയ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. തട്ടിയെടുത്ത സ്വർണം പലർക്കായി വീതിച്ചുവെന്നും ദേവസ്വം ഉദ്യോഗസ്ഥർ പങ്കുപറ്റിയെന്നും പ്രതിയുടെ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ശബരിമലയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചനയിലൂടെ നടത്തിയ സ്വർണ്ണക്കൊള്ളയെന്നാണ് SIT കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന്റെ കട്ടളപ്പടിയിലുമുള്ള 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു. വ്യാജരേഖകൾ ചമച്ചും വിശ്വാസവഞ്ചന കാണിച്ചുമായിരുന്നു തട്ടിപ്പ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവരുടെ അറിവോടുകൂടിയാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. ഇത് മറച്ചുവയ്ക്കാൻ 394.900 ഗ്രാം സ്വർണം പൂശി ഇവ തിരികെ സന്നിധാനത്ത് എത്തിച്ച് കബളിപ്പിച്ചു. പകരം സ്വർണം പൂശാൻ സ്പോൺസർമാരിൽ നിന്നും സ്വർണം ശേഖരിച്ച് അതും തട്ടിയെടുത്തു. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ച് ആചാരലംഘനം നടത്തിയെന്നും പറയുന്നു. കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും റിമാൻഡ് റിപ്പോർട്ടിൽ ലക്ഷ്യമിടുന്നുണ്ട്. 2 മുതൽ 10 വരെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രേഖകൾ തിരുത്തിയും വ്യാജരേഖകൾ ചമച്ചും ഒത്താശ ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്തു ചെയ്തുവെന്ന് പരാമർശമില്ല. കൂട്ടുത്തരവാദികളുടെ പങ്കിനെപ്പറ്റി വിശദമായി അന്വേഷിക്കണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന കാര്യം. പ്രതികളുടെ പ്രവർത്തികൾ സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയെന്നും കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മുരാരി ബാബുവിന്റെ രാജി NSS എഴുതി വാങ്ങി. വിവാദ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. സ്വർണ്ണക്കൊള്ളയിലെ കേന്ദ്ര കഥാപാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? എങ്ങനെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണക്കൊള്ള? ബി ദിലീപ് കുമാർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. തട്ടിപ്പിന്റെ വിശദ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ. ആരൊക്കെ അകത്താകുമെന്ന് ഉടൻ അറിയാം. അപ്പോഴേക്കും നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിഞ്ഞു വരാം. തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്ത് സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പുളിമാത്ത് ദേവീക്ഷേത്രത്തിൽ പൂജാരിയായ പിതാവിനൊപ്പവും സമീപ ക്ഷേത്രങ്ങളിൽ ഉത്സവനാളുകളിൽ മറ്റു പൂജാരിമാർക്കൊപ്പവും കുട്ടിക്കാലത്ത് സഹായിയായി കൂടുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. 10ാം ക്ലാസ് പഠനത്തിനു ശേഷം ബംഗളൂരുവിലേക്ക് പോയി. തിരികെ നാട്ടിലെത്തിയത് സമ്പന്നനായാണ്. ബംഗളൂരുവിലെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയെന്ന് നാട്ടുകാരിൽ ചിലരോട് പറഞ്ഞു. ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നുവെന്ന് പിന്നീട് അറിഞ്ഞു. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കണ്ടു തുടങ്ങിയത്. സമ്പന്നരായ ഭക്തർക്ക് ശബരിമലയിൽ ദർശനത്തിന് സൗകര്യമൊരുക്കി അവരുടെ വിശ്വസ്തനായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല ഭക്തരുടെയും വഴിപാടുകളും സമർപ്പണങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയായി. ബാംഗ്ലൂർ ഉണ്ണിത്തിരുമേനി എന്നറിയപ്പെടാനും തുടങ്ങി. ആദ്യ ഭാര്യയുടെ മരണത്തെ തുടർന്ന് വീണ്ടും വിവാഹിതനായി. കുടുംബം ബംഗളൂരുവിലാണ്. 2014 ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന്റെ നിരീക്ഷണ വലയത്തിലാകുന്നത്. സന്നിധാനത്ത് രസീതില്ലാതെ നടത്തുന്ന ഇടപാടുകളാണ് നിരീക്ഷണത്തിലേക്ക് എത്തിച്ചത്. തിരിച്ചറിയൽ കാർഡ് പോലീസ് നിർബന്ധമാക്കിയപ്പോൾ ഇതില്ലാത്ത പോറ്റിയോട് സന്നിധാനം വിടാൻ നിർദ്ദേശിച്ചു. ആ പോറ്റി വീണ്ടും സന്നിധാനത്തേക്കെത്തി. അതൊരു വരവായിരുന്നു, ഒരു 1.5 വരവ്. 2ാം വരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നമിട്ടത് ശബരിമലയിലെ സ്വർണ്ണത്തിളക്കമായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിലെ ധനാഢ്യരെ ശബരിമലയിലെ വികസന പ്രവർത്തനത്തിൽ പങ്കാളിയാക്കിയതോടെ പഴയ ബാംഗ്ലൂർ ഉണ്ണിത്തിരുമേനി സ്പോൺസർ എന്ന നിലയിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒപ്പം ദേവസ്വം ബോർഡിന്റെ അകമഴിഞ്ഞ പിന്തുണയും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കിലേക്കും വഴി തുറന്നത് മറ്റാരുമല്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠങ്ങൾ കാണാനില്ലെന്ന് വെടിപൊട്ടിച്ചത്. ഹൈക്കോടതിയെയോ സ്പെഷ്യൽ കമ്മീഷണറെയോ അറിയിക്കാതെ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾ സ്വർണം പൂശാൻ ചെന്നൈക്ക് കൊണ്ടുപോയതിൽ കോടതി നിർദ്ദേശപ്രകാരം ഇതിനിടെ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷണമാണ് സ്വർണ്ണക്കൊള്ളയിലേക്ക് വെളിച്ചം വീശിയത്. ദേവസ്വം ബോർഡ് പോറ്റിയെ പൂട്ടിയതെങ്ങനെയെന്ന് നോക്കാം. 1998 വ്യവസായി വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞത് 31.5 കിലോ 24 കാരറ്റ് സ്വർണം ഉപയോഗിച്ചാണ്.
ഇതിൽ കണ്ണുനട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിലെ തകിടുകളുടെ അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശി സമർപ്പിക്കാമെന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന് ഇക്കാര്യത്തിൽ കത്തു നൽകി. പിന്നെയെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നിശ്ചയിച്ച പ്രകാരമായിരുന്നു. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നു, നാടുനീളെ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ എന്തല്ല. തിരിച്ചെത്തിയ പാളികളിൽ 4.5 കിലോ കുറഞ്ഞു. ഇതിനിടെ ചട്ടലംഘനങ്ങൾ നിരവധിയുണ്ടായി. എല്ലാം ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. തട്ടിപ്പുകൾ കണ്ടെത്താൻ നിമിത്തമായത് ഒരു ചിത്രമായിരുന്നു. ആ ചിത്രത്തിന് പിന്നാലെ നടന്ന അന്വേഷണം സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശുകയായിരുന്നു. ദ്വാരപാലക ശില്പപാളികൾ ഇളക്കിയതിന്റെ ചിത്രങ്ങളിൽ കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ എന്നൊരാൾ ഉണ്ടായിരുന്നു. വാസുദേവനെ കണ്ടെത്തിയപ്പോഴാണ് താങ്ങുപീഠത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. പുതിയ താങ്ങുപീഠത്തിന് വലിപ്പക്കൂടുതലായതിനാൽ അത് സ്ഥാപിച്ചില്ല. ഇവ വാസുദേവന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിനെ തുടർന്ന് സന്നിധാനത്ത് നിന്ന് ചാക്കിൽ പൊതിഞ്ഞ് ട്രാക്ടറിൽ പമ്പയിലെത്തിച്ച ശേഷം വീട്ടിലെത്തിച്ചു. 2024 ജനുവരി 1 സംഭവം. താങ്ങുപീഠം കാണാനില്ല എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം ചർച്ചയായതോടെ പരിഭ്രാന്തനായ വാസുദേവൻ ഇവ പുളിമാത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ പോറ്റി വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി. ഇത് പിന്നീട് ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്തു. വൈകാതെ സ്വർണ്ണക്കൊള്ളയിലെ വിവരങ്ങളും. നയാ പൈസയുടെ സ്ഥിര വരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല, നികുതി രേഖകളുമില്ല. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്പോൺസർ ചെയ്തത് കോടികളുടെ കാര്യങ്ങളാണ്. അവയ്ക്ക് വേണ്ടി പണം നൽകിയത് പലരാണ്. അതിലൊരു പങ്ക് പോറ്റിക്കും കിട്ടി. ശബരിമലയിലെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ സ്വർണം പൂശി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് രേഖകൾ. യഥാർത്ഥത്തിൽ പണം ചെലവഴിച്ചത് കർണാടക ബെല്ലാരി സ്വദേശി ഗോവർദ്ധൻ. ശ്രീകോവിലിന്റെ കട്ടള സ്വർണം പൂശിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. യഥാർത്ഥ സ്പോൺസർ ബംഗളൂരു നിവാസിയായിരുന്ന മലയാളി അജികുമാർ. കഴിഞ്ഞ ജനുവരി 1 അന്നദാനം, പടിപൂജ, ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം എന്നിവ നടത്തിയതും ഇതേ പോറ്റി. 18ാം പടിക്ക് ഇരുവശവും മണിമണ്ഡപം നിർമ്മിച്ചു നൽകി. മണ്ഡപത്തിലേക്കുള്ള മണികളും നിർമ്മിച്ചു നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. 2017 ജൂൺ 20 ക്ഷേത്ര അലങ്കാരം, പടിപൂജ, ഉദയാസ്തമന പൂജ, മേളം എന്നിവ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി. 8,20,000 രൂപയുടെ ചെക്കും 17 ടൺ അരിയും 37 ടൺ പച്ചക്കറിയും അക്കൊല്ലം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയെന്ന രേഖകളിലുണ്ട്. അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിതതിന് 10 ലക്ഷം രൂപ സംഭാവന നൽകി. അന്നദാനത്തിന് ജനുവരിയിൽ 6 ലക്ഷവും മകരവിളക്കിന് 10 ലക്ഷവും നൽകി. ഇങ്ങനെ വരുമാനമില്ലാത്ത പോറ്റിയുടെ സ്പോൺസർഷിപ്പുകൾ നീളുകയാണ്. ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ പലതുണ്ട്. ഇവ മറനീക്കി പുറത്തുവരട്ടെ. കട്ടിള സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474.9 ഗ്രാം സ്വർണം എവിടെ? സ്വർണ്ണപ്പാളികൾ 39 ദിവസം കഴിഞ്ഞാണ് ശബരിമലയിൽ എത്തിച്ചത്. അത്രയും നാൾ എവിടെ സൂക്ഷിച്ചു? തട്ടിപ്പിൽ പങ്കാളികൾ ആരൊക്കെ? ആരാണ് പോറ്റിയുടെ വിശ്വസ്തർ എന്ന് പറയുന്ന കൽപേഷും നാഗേഷും? സ്വർണ്ണക്കൊള്ളയുടെ വസ്തുതകളെല്ലാം പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 ആഴ്ചത്തെ SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇറക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂവേറുമുണ്ടായി. തിരുവനന്തപുരത്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് രാവിലെ 10:30 ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലെത്തി. അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായിട്ടായിരുന്നു കോടതി നടപടികൾ. ഇത് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. 14 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടത്. തന്നെ കുടുക്കിയതെന്നായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. ആരാണ് കുടുക്കിയത്? കോടതിയിൽ നിന്ന് പുറത്തിറക്കി വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂവേറുണ്ടായി. BJP അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു എസ് പണിക്കറാണ് ചെരുപ്പെറിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ഇനി ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും കാണാതായ 2 കേസുകളിൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 24 തിരുവനന്തപുരം, പത്തനംതിട്ട.
ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. തുലാമാസ പൂജകൾക്കായി നട തുറന്നതിന് ശേഷമാണ് 2 ദ്വാരപാലക ശില്പങ്ങളിലായി 14 സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചത്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം എത്തിച്ച സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം പാലിച്ചാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചത്. തുലാമാസ പൂജകൾക്കായി നട തുറന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചത്. കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അധികൃതരും തന്ത്രി ഉൾപ്പെടെയുള്ളവരും സന്നിധാനത്തുണ്ടായിരുന്നു. നൂറുകണക്കിന് ഭക്തരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. സെപ്റ്റംബർ 20-ന് ചെന്നൈയിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സന്നിധാനത്തെത്തിച്ച സ്വർണ്ണപ്പാളികൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. തുലാമാസ പൂജയുടെ അവസാന ദിവസമായ 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദർശനം നടത്തും. രാഷ്ട്രപതിക്കൊപ്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറും ഭാര്യയും ശബരിമല സന്ദർശിക്കും. നാളെയാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ്. 24 സന്നിധാനം. ലഡാക്ക് സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് BS ചൌഹാന്റെ നേതൃത്വത്തിൽ 3-അംഗ അന്വേഷണ കമ്മീഷനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയിൽ ആരൊക്കെയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ. പ്രവിത, കഴിഞ്ഞ സെപ്റ്റംബർ 24-ന് ലഡാക്കിലുണ്ടായ സംഘർഷം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായാണ് ജുഡീഷ്യൽ കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി മുൻ ജഡ്ജി ഡോക്ടർ BS ചൌഹാന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയായിരിക്കും ഈ സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കുക. മുൻ സെഷൻസ് ജഡ്ജി മോഹൻ സിംഗ് പരിഹാർ ഈ സമിതിയിലെ ജുഡീഷ്യൽ സെക്രട്ടറിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ IAS ഉദ്യോഗസ്ഥൻ തുഷാർ ആനന്ദിനെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായും ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3-അംഗ സമിതിയായിരിക്കും ഈ സംഘർഷത്തിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഇതിന്റെ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ സംഘർഷത്തിന് പിന്നാലെ ഈ ലഡാക്കിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസം പിൻവലിച്ചതിന് പിന്നാലെ വീണ്ടും സംഘർഷ സാഹചര്യങ്ങൾ അവിടെ ഉടലെടുത്തിരുന്നു. നാളെ ഈ ലഡാക്കുമായി ബന്ധപ്പെട്ട ഈ സംഘർഷത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രാദേശിക സംഘടനകൾ നാളെ നിശബ്ദ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രവിത. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ജംബോ പട്ടിക പുറത്തിറങ്ങിയിട്ടും KPCC പുനഃസംഘടനയിൽ നേതാക്കൾക്ക് അതൃപ്തി. K മുരളീധരൻ, K സുധാകരൻ തുടങ്ങിയ നേതാക്കൾക്ക് പട്ടികയിൽ എതിർപ്പുണ്ട്. ചാണ്ടി ഉമ്മനെ പരിഗണിക്കാത്തതിലും ഒരു വിഭാഗം അമർഷത്തിലാണ്. കൂടിയാലോചിച്ചാണോ പട്ടിക പ്രഖ്യാപിച്ചതെന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് തർക്കങ്ങൾ ഒഴിവാക്കാനാണ് KPCCയിൽ ജംബോ പട്ടിക തയ്യാറാക്കിയത്. പട്ടികയിൽ AI ഗ്രൂപ്പുകൾ തൃപ്തരെങ്കിലും കല്ലുകടി പൂർണ്ണമായും ഒഴിവാക്കാനായില്ല. കണ്ണൂരിന് പ്രാതിനിധ്യം ലഭിച്ചില്ലെന്നാണ് K സുധാകരന്റെ പരാതി. റിജിൽ മാക്കുറ്റിയെ നിർദ്ദേശിച്ചെങ്കിലും പരിഗണിച്ചില്ല. K മുരളീധരനും കടുത്ത അതൃപ്തിയിലാണ്. ഒരേ ഒരു പേര് പറഞ്ഞിട്ടും പരിഗണിച്ചില്ല. KM ഹാരിസിന്റെ പേരായിരുന്നു K മുരളീധരൻ മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ നിന്ന് വിട്ടുനിന്നാണ് ചാണ്ടി ഉമ്മൻ അതൃപ്തി പരസ്യമാക്കിയത്. ചാണ്ടി ഉമ്മൻ ഈസ് എ വെരി പ്രോമിസിംഗ് യങ്സ്റ്റർ, വെരി പ്രോമിസിംഗ് എനർജറ്റിക് ലീഡർ. പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം. പട്ടിക കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയില്ല. എനിക്ക് ആകെയുള്ളൊരു ചെറിയ വിഷമം അതിന് KPCCയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള. പുനഃസംഘടനയെ പരസ്യമായി എതിർത്ത് AICC വക്താവ് ഷമാ മുഹമ്മദും രംഗത്തെത്തി. കഴിവ് ഒരു മാനദണ്ഡമാണോ എന്നായിരുന്നു ഷമാ മുഹമ്മദിന്റെ ഫേസ്ബുക്കിലെ പരിഹാസം. അതേസമയം മതിയായ പ്രാതിനിധ്യം ലഭിച്ചു എന്നാണ് AI ഗ്രൂപ്പുകളുടെ വിലയിരുത്തൽ. പുതിയ രാഷ്ട്രീയകാര്യ സമിതിയിൽ 3 പേരെയും വൈസ് പ്രസിഡന്റുമാരിൽ 4 പേരെയും A ഗ്രൂപ്പിന് ലഭിച്ചു. ജനറൽ സെക്രട്ടറിമാരിലും A ഗ്രൂപ്പിന് ആധിപത്യമുണ്ട്. മുന്നോട്ട് വെച്ചവരിൽ 19 പേരെ പരിഗണിച്ചു എന്ന സംതൃപ്തി രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. സലിം മാലിക്, 24, തിരുവനന്തപുരം. അതേസമയം നിലപാടിൽ മലക്കം പറഞ്ഞു ചാണ്ടി ഉമ്മൻ MLA ദേശീയ സെല്ലിന്റെ ചുമതലയിൽ നിന്ന് നീക്കിയതുമായി ബന്ധപ്പെട്ട തന്റെ പ്രതികരണം തെറ്റായി വ്യാഖ്യാനിച്ചു. വേദനയുണ്ടെന്ന് മാത്രമാണ് താൻ പറഞ്ഞത്. സമൂഹമാധ്യമങ്ങളിൽ അടക്കം വ്യാജ പ്രചാരണം നടന്നു. പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് പറഞ്ഞത്. പാർട്ടിയാണ് വലുതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ, അങ്ങനെ വേദന എനിക്കുണ്ട്. പക്ഷെ ആ വേദന ഉണ്ടെങ്കിൽ പാർട്ടിയാണ് വലുത്. ശ്രീ അഭിനും മനസ്സിലാക്കണം, പാർട്ടിയാണ് വലുത്. പാർട്ടിയോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വേറൊരു സെൻസിലേക്ക് അതിനെ കൊണ്ടുപോയി. എന്നെ സംബന്ധിച്ച് ഒരു പദവിയും എനിക്ക് പ്രശ്നമല്ല. പാർട്ടിക്കെതിരായി ഞാനൊരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അതാണ് എനിക്ക് ഉണ്ടായ വിഷമം.
ഞാൻ മുമ്പ് പറയാത്തൊരു കാര്യം പുതുതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അതിനെ വളച്ചൊടിച്ച് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാർ തെറ്റിദ്ധരിച്ചു. ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ അത് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നതിനിടെ 3 കോൺഗ്രസ് പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുത്തു പോലീസ്. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അടക്കം 3 പേരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ വടകര റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം ഗ്രനേഡ് എറിയാൻ പോലീസുകാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിനോദ് കല്ലൂർ, മണി, പൈതോത്ത് മുസ്തഫ എന്നിവരെയാണ് ഒടുവിൽ പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ 5 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനം തുടരുകയാണ്. ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. ഇതുണ്ടായില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. അതേസമയം സംഘർഷമുണ്ടാകുമ്പോൾ പരുക്ക് സ്വാഭാവികമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതാരും ആദ്യമായിട്ടാണ് നടക്കുന്നതാണോ കേരളത്തിലെ സംഘർഷം? ബോംബും അതുപോലെ തന്നെ സ്ഫോടന വസ്തുക്കളും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് പോലീസിന് നേരെ കടന്നാക്രമിക്കുന്ന സന്ദർഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ഉണ്ടാകുക നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. പേരാമ്പ്രയിൽ ലീഗിനെ ഏൽപ്പിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് EP ജയരാജനും പ്രതികരിച്ചു. ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത്. കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം, കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക, ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവശം ഏൽപ്പിച്ചു കൊടുക്കുക, അത് പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത്. പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ പോലീസിനെ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.